ഇനിയും ഞങ്ങൾ പൈസ സമാഹരിക്കും. ഈ കണക്ക് ലോകൈക കള്ളക്കണക്കാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താ? ഞാൻ കേരളത്തിലെ ജനങ്ങളോട് മലയാളികളോട് പറയുന്നു, ആകെ ഇതുവരെ ലഭിച്ചത് 5,38,21,632 രൂപയാണ്. അക്കൗണ്ട് വഴി കിട്ടിയതാണ് 5.38. അതിന്റെ കൂടെയാണ് യൂത്ത് കോൺഗ്രസ് 1,05,00,000 ഡോക്യുമെന്റ് ചെയ്യാൻ പൂർത്തീകരിച്ചു വരികയാണ്. നിലവില് ഈ കൊടുത്ത സംഖ്യ കിട്ടിയത് കഴിച്ച് ഇതിനായിട്ട് കോൺഗ്രസ് പാർട്ടിയും യൂത്ത് കോൺഗ്രസും പിരിച്ചത് തികയാതെ വന്നപ്പോൾ KPCCയുടെ തനത് ഫണ്ടിൽ നിന്ന് 97,51,212 രൂപ അധികമായിട്ട് ചെലവ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഞങ്ങൾ പൈസ അത് സമാഹരിക്കും. AICCയും അത് രാഹുൽജിയും പ്രിയങ്കാജിയും ഉൾപ്പെടെയുള്ള അവരുടെ നിയോജകമണ്ഡലത്തിലെ ഒരു സംഭവം ആയതുകൊണ്ടും KPCC ഏറ്റെടുത്ത ഒരു സംഭവം ആയതുകൊണ്ടും ഞങ്ങൾ അതിന് ഇനിയും പാർട്ടിയുടെ പണം കണ്ടെത്തിക്കൊണ്ട് കൊണ്ടുപോകും. ഈ കണക്ക് ലോകൈക കള്ളക്കണക്കാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താ? ഒന്ന്, സ്ഥലം വാങ്ങാൻ 5 കോടി ചെലവായി. ആര് പറഞ്ഞതാ? ഞാൻ പറഞ്ഞാണോ? ആര് പറഞ്ഞതാ? ഉടനെ രജിസ്ട്രേഷൻ രേഖകൾ പുറത്തു വരുന്നു. 5 കോടി ചെലവായിട്ടില്ല, 3 ചില്ലുവാനം കോടിയേ ചെലവായിട്ടുള്ളൂ. ഇപ്പൊ ഈ കണക്കിൽ ആ തിരുത്തൽ വരുത്തിയിട്ടാണല്ലോ കണക്ക്. അവിടെ തറക്കല്ലിട്ട് 10 ദിവസം കൊണ്ട് പണി തുടങ്ങും. ഈ കണക്ക് പ്രകാരമാണെങ്കിൽ വീട് വെക്കാനുള്ള കാശ് എവിടെ? ഈ കണക്ക് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ക്രിമിനൽ ബുദ്ധി കൂടി ഉള്ള ഒരു സംഘടനയാണ്. ഈ കണക്ക് അവതരിപ്പിച്ചത് വീട് വെക്കാൻ വേണ്ടി എന്ന പേരിൽ ഇനിയൊരു പിരിവ് കൂടി നടത്താനാണ്. കേരളത്തെ 2ാം വട്ടം കൊള്ളയടിക്കാൻ ഒറ്റ ദുരന്തത്തിന്റെ പേരിൽ ഇരട്ടക്കൊള്ള, പ്രളയത്തിന്റെ പേരിൽ ഒറ്റക്കൊള്ളയാണ് നടന്നത്. വയനാട് ദുരന്തത്തിന്റെ പേരിൽ ഇരട്ടക്കൊള്ള, അതാണ് വരാൻ പോകുന്നത്. വയനാട്ടിലെ ദുരന്തബാധിതരുടെ പേരിൽ പണം പിരിച്ച് അത് മോഷ്ടിച്ച് 2ാം വട്ടം പിരിക്കാൻ ഈ വിമർശനത്തെ അവർ അവസരമാക്കി. ഈ നിമിഷം വരെ ഇവർ പറഞ്ഞ എന്താണ്? ഫണ്ട് ജോയിന്റ് അക്കൗണ്ടിൽ സുരക്ഷിതമാണ്, വീട് പണി 10 ദിവസത്തിനുള്ളിൽ തുടങ്ങും എന്ന് പറഞ്ഞു തറക്കല്ലിടുന്നതിന് മുമ്പ്. അപ്പോ ആ ഫണ്ട് എവിടെ? ജോയിന്റ് അക്കൗണ്ടിൽ അന്നുണ്ട് എന്ന് പറഞ്ഞ ഫണ്ട് എവിടെ? ഏത് ഫണ്ട് എടുത്തിട്ടാണ് 10 ദിവസം കൊണ്ട് പണി തുടങ്ങും എന്ന് പറഞ്ഞത്? ഇത് ജനങ്ങളുടെ മുൻപാകെ സ്വയം അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. 2ാം കൊള്ളയ്ക്ക് തുടക്കമിടുമെന്ന പ്രഖ്യാപനവും വന്നിരിക്കുന്നു. കൊള്ളക്കാരെ ഓർത്ത് കേരളം ജാഗ്രത പാലിക്കുക എന്നേ എനിക്കിപ്പോ പറയാനുള്ളൂ. ഈ കൊള്ള എനിക്ക് വന്നു ഇരട്ടക്കൊള്ളയിലും നിൽക്കൂലെന്നാ തോന്നുന്നു. പുതിയ വാക്കുകൾ കണ്ടുപിടിക്കേണ്ടി വരും അല്ലേ? ചതുഷ്കോണ കൊള്ളാന്നോ പഞ്ചകോണ കൊള്ളാന്നോ ഒക്കെ പുതിയ പുതിയ വാക്കുകൾ ചിലപ്പോൾ വേണ്ടി വരേണ്ടി വരും. ഏതായാലും ഒരു കൊള്ളപ്പരമ്പരയുടെ തുടക്കമാണ്. കോൺഗ്രസിനെ ഓർത്ത് കേരളം ദുഃഖിക്കും.